of excellence, GLPS Kirigar. The name of faithfulness, yes, GLPS Kirigar. Dear friends, ലേണേഴ്സ് സിറ്റി സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തൊട്ടു മുമ്പ് കണ്ട മാതൃകയിൽ നമ്മുടെ സ്കൂളിൻ്റെ പേരോടുകൂടി ഒരു വെഹിക്കിൾ അനൗൺസ്മെൻറ്റ്, പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ നമുക്ക് ആനിമേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഈ ട്യൂട്ടോറിയലിൽ പറയുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാം ഇത്തരത്തിലുള്ള വീഡിയോ ആദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ആനിമേറ്റഡ് വെഹിക്കിൾ അനൗൺസ്മെൻറ്റ് രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങളുടെ എളുപ്പത്തിനനുസരിച്ച് ഞാൻ ഈ വീഡിയോ തന്നെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പാകത്തിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടിരിക്കാം. നിങ്ങൾക്ക് ഇത് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്കൂളിൻ്റെ ഒരു പോസ്റ്റർ, നമുക്കിതിൻ്റെ ഒരു ഫ്രെയിമിൽ കൊടുക്കേണ്ട നിങ്ങളുടെ സ്കൂളിൻ്റെ പേരൊക്കെ വെച്ചിട്ട് പോസ്റ്റർ കൂടെ തയ്യാറാക്കി വയ്ക്കുക. ഈ രണ്ട് കാര്യം ചെയ്തതിനു ശേഷമാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പ് ഫോട്ടോ പ്ലേ ആണ്. ഫോട്ടോ പ്ലേ എന്ന ആപ്പ് നമ്മുടെ ചാനലിലൂടെ തന്നെ എങ്ങനെ ഫോട്ടോ പ്ലേ എന്ന വീഡിയോ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഫോട്ടോ പ്ലേ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ന്യൂ കൊടുക്കുന്നു. അതിനകത്ത് നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുന്നു. വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ആനിമേറ്റഡ് വീഡിയോ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആനിമേറ്റഡ് വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം ലൈനിൽ ആ വീഡിയോ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആനിമേറ്റഡ് വീഡിയോ പ്ലേ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് അടുത്ത് നാം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ ഈ സ്റ്റാർട്ടിങ്ങിലോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നമുക്ക് വരാൻ പറ്റും. നമ്മുടെ തുടക്കം മുതൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മുടെ സ്കൂളിൻ്റെ ഒരു പോസ്റ്റർ, നമ്മുടെ സ്കൂളിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പോസ്റ്റർ നമുക്കിവിടെ പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, താഴെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴത്തെ മെനുവിൽ നിന്ന് നിങ്ങളിവിടെ സ്റ്റിക്കർ എന്ന് കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സ്റ്റിക്കർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ലിസ്റ്റിൽ നിന്ന് മേളിലതാ ഇവിടെ ഒരു പിക്ചർ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത പോസ്റ്റേഴ്സൊക്കെ ഇവിടെ ധാരാളം സ്റ്റിക്കേഴ്സ് ഉണ്ട്. നമുക്ക് സ്റ്റിക്കേഴ്സ് അല്ല ആഡ് ചെയ്യേണ്ടത്, നമ്മൾ ഡിസൈൻ ചെയ്ത പോസ്റ്ററാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു പ്ലസ് സിമ്പലുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ആവും. ഈ ഗാലറിയിൽ നിന്ന് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന പോസ്റ്റർ സ്കൂളിൻ്റെ, അപ്പോൾ നമുക്കതുകൊണ്ട് ആ ഒരു പോസ്റ്റർ ഇവിടെ ഓപ്പണായി. പക്ഷേ നമുക്ക് ഇത്രയും വലുപ്പത്തിലൊന്നും നമുക്കിത് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് വാഹനത്തിൻ്റെ ഒരു പൊസിഷനിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനെ മൂവ് ചെയ്ത് നമുക്ക് എവിടെയാണോ വരേണ്ടത് ആ രീതിയിൽ നമുക്ക് ഇതിനെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഏകദേശം നമ്മുടെ റീഡബിൾ ആകുന്ന രീതിയിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ പൊസിഷൻ ചെയ്യുക. പൊസിഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ താഴെ നിങ്ങൾക്കറിയാം ആ പോസ്റ്ററിൻ്റെ ആ ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇത് ടൈം ലൈനിൻ്റെ അവസാനം വരെ കൊടുക്കുക. അതായത് ഈ പോസ്റ്റർ നമ്മുടെ വീഡിയോയുടെ ഫുൾ അറ്റം വരെ ഡ്രാഗ് ചെയ്ത് നീട്ടുക. അതിനുശേഷം നമ്മൾ തുടക്കത്തിൽ നമുക്ക് എത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ വാഹനത്തിനോടൊപ്പം തന്നെ ആ പോസ്റ്റർ കൂടെ ഉള്ളത്, അതായത് വാഹനത്തിൽ ആ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ സ്കൂളിൻ്റെ പേരൊക്കെ വരുന്ന രീതിയിൽ നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വേണ്ടത് എന്ന് പറയുന്നത് ശബ്ദമാണ് വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് നിലവിൽ ഓൾറെഡി നമുക്ക് റെക്കോർഡ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ലൈവായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മളിവിടെ താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ആരോ കാണും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇവിടെ നമ്മുടെ ആഡ് മ്യൂസിക് ഒന്ന് കാണും. അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള സൗണ്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ റെക്കോർഡ് ചെയ്ത ആ ഫയൽ ഇവിടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. അല്ല, നമുക്ക് ലൈവായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റെക്കോർഡ് എന്ന ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ ഇനി നമ്മൾ പ്രസ് ചെയ്തിട്ട് റെക്കോർഡിങ്, നമ്മൾ എന്താണോ ഇനി റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സ്കൂളിൻ്റെ അനൗൺസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് ജസ്റ്റ് ഇവിടെ ഒന്ന് ഈ റെക്കോർഡ് ബട്ടണിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയിരിക്കണം. കാരണം നമ്മളുടെ വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ഏകദേശം മാറ്റേഴ്സൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരു ഡെമോയ്ക്ക് വേണ്ടി
ജസ്റ്റ് ഇവിടെ നമുക്കൊന്ന് നോക്കാം. ഇതൊരു ട്രയലാണ്, ലൈവായിട്ട് കാണിക്കുന്നതുകൊണ്ട് പോരായ്മകളുണ്ടാവും. നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. സെൻറ് ആഗ്നസ് സ്കൂളിലെ 2022-23 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. 2022-23 അഡ്മിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് ലൈവായിട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ കൊച്ചു കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യിക്കാം. നിങ്ങൾക്ക് ഏതു രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. നാം ഇപ്രകാരം നമ്മൾ ഉദ്ദേശിച്ച മാതൃകയിൽ നമ്മുടെ ഉദ്ദേശിച്ച വോയിസൊക്കെ കൊടുത്തതിന് ശേഷം അത് പൂർത്തിയായതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള അപ്പ് ആരോ ബട്ടൺ, അതല്ലെങ്കിൽ ഇതിനെ ഒരു ഫയലായിട്ട് വീഡിയോ ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരും. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. പരസ്യം എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനിടയ്ക്ക് വെച്ച് നമുക്ക് ആ വീഡിയോ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അത് നമുക്ക് എക്സ്പോർട്ട് ആവും. എക്സ്പോർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ വാട്സാപ്പിലോട്ടോ യൂട്യൂബിലോട്ടോ മറ്റ് ഇതിലേക്കോ നമുക്ക് ഷെയർ ചെയ്യാം. അത് നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് ചെയ്യുക. ഇപ്രകാരം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ നമുക്ക് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ പുതിയ അധ്യയന വർഷത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ഒരു സമയമാണ്. പലരും പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഇപ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നത്. എല്ലാവരും നിങ്ങളുടെ സ്കൂളിൻ്റെ ആവശ്യകത അനുസരിച്ച് നിങ്ങൾ ഈ വീഡിയോ ശരിയായ രീതിയിൽ ഈ ആനിമേറ്റഡ് വീഡിയോ ശരിയായ അനൗൺസ്മെൻറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കുക. ഇതൊരു ഡെമോയ്ക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഭാവനയ്ക്കനുസരിച്ചും നിങ്ങളുടെ ഡയലോഗുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല അനൗൺസ്മെൻറ്റ് വീഡിയോ തയ്യാറാക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.